1, 2, 3. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എവിടെ ഫുഡ് കഴിക്കാൻ എവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നത്? നമുക്ക് തീരുമാനമായിട്ടില്ല. എന്നാലും നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങി. ഹായ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ എത്തിയിട്ട് ഞങ്ങൾ കഴിക്കാനുള്ള സ്ഥലത്ത് എത്താൻ പോകുന്നു. ഞങ്ങൾ വന്നിരിക്കുന്നത് അറേബ്യൻ ദർബാർ. ഇപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എത്തി ഫ്രണ്ട്സ്. എൻ്റെ കുട്ടിക്ക് മന്തി വേണം, പക്ഷെ എനിക്ക് മന്തി വേണ്ട. ഞാനിത് എങ്ങോട്ടാ നോക്കുന്നത്? ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയെന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? ഫുഡ് കഴിക്കാൻ എന്നിട്ട് എൻ്റെ കുട്ടി കുറുമ്പിക്ക് മന്തി വേണമെന്ന്. കണ്ടോ ഗൈസ്, ഫുഡ് വരാതെ മയേസ് നോക്കാൻ നോക്കി തെണ്ടിയെ കണ്ടു ഗൈസ്. ഷവർമ കഴിക്കാനാണ് വന്നത്. ഇവിടെ ഷവർമ ഇല്ല. She likes mayonnaise very much. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഇനി ബാക്കി ഫുഡ് വന്നിട്ട് സംസാരിക്കാം. എടോ, താനെന്തീ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. ഗൈസ്, ഇവളാണ് ഗൈസ് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളെ മുടിപ്പിക്കുന്നവൾ. ഓരോ ദിവസവും വെറുതെ ഇങ്ങനെ ഇരുന്ന് ഉണ്ണ ഒരു ഉണ്ണാമൻ. ഇതൊന്നും ഇടല്ലേ, അവര് പറയും എന്ത് സിവിക് സെൻസ് ഇല്ലാത്ത കൊച്ച്. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നിരിക്കുന്നു. അവർ ഓർഡർ ചെയ്തത് ഷവായി. എന്ത് ഷവായി? ഷവായി. ഞാൻ ഓർഡർ ചെയ്തത് മെക്സിക്കൻ അൽഫാം. എടുക്ക്. എൻ്റെ കുട്ടിക്ക് ഇവിടെ കഴിക്കാൻ പറ്റിയതൊന്നുമില്ല. ഫ്രഞ്ച് ഫ്രൈസോ അങ്ങനെ ഒരു സാധനവും ഇല്ല. അതുകൊണ്ട് എൻ്റെ പാവം കുട്ടി കുബൂസും മൈനീസും കഴിക്കുക. ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ട് അവർക്ക്. ഗൈസ്, എൻ്റെ കുട്ടിയുടെ ഐസ്ക്രീം വന്നു. നിങ്ങൾ ഇവളുടെ ഈ എക്സൈറ്റ്മെന്റ് കാണുമ്പോൾ വിചാരിക്കും ഇപ്പോൾ അങ്ങ് തിന്നുമെന്ന്. ആ സാധനം ഞങ്ങൾക്കുള്ളതാണ്. പോട്ടെ പോട്ടെ പോട്ടെ, കള കള കള. ബില്ല് വന്നു ഗൈസ്. ഒരു
ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇത്രയും സംഭവങ്ങൾ ഞങ്ങൾ കഴിച്ചു. ഇനിയും കൈ കഴുകാൻ പോകണം. മത്തടിച്ചിരിക്കുക. അപ്പോൾ ഇനി താഴെ ബാക്കി റിവ്യൂ. ഗൈസ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഞങ്ങൾ ഇനിയും വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ. പക്ഷെ എൻ്റെ ചെറുതിന് കളിക്കാൻ ക്ലേ വേണം. ക്ലേ അത് വാങ്ങാൻ പോകണം. നോക്കൂ, നമ്മൾ വെറൈറ്റി പോയാലോ അതോ നാച്ചുറൽസ് ഇവിടെ ഉള്ളവർക്ക് കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. ബൈ ദ ബൈ ഞങ്ങളുടെ സ്വദേശം ഹരിപ്പാട്. അത് പറയാൻ വിട്ടുപോയി. ഗൈസ് നോക്കൂ, എൻ്റെ ഹസ്ബൻഡിനെ നോക്കൂ. ടും ഇതൊക്കെ ചേട്ടൻ കട്ട് ചെയ്യും. വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ ക്ലൈം മേടിക്കാം. നമ്മള് നാച്ചുറൽസിൽ പോകണോ അതോ വെറൈറ്റി പോകണോ? ഗൈസ്, ഇവൾക്ക് +2 ഫുൾ A+ കിട്ടിയതുകൊണ്ടാണ് ഗൈസ് ഞങ്ങൾ ഇപ്പം ഫുഡ് മേടിക്കാമെന്ന് തീരുമാനിച്ചത്. ഇവൾ 6 A+ മേടിച്ചതിന് 6 ടൈപ്പ് ഗിഫ്റ്റുകൾ വേണം എന്നാണ് ഇവള് പറഞ്ഞത്. ആദ്യം പറഞ്ഞത് 6 A+ന് 6 ഡ്രസ്സ്. അതിനകത്ത് നമുക്ക് ഉറച്ചു നിന്നിരുന്നത് കേട്ടോ. അത് നമുക്ക് പറ്റില്ല. മാറ്റിയതാ. അതുകൊണ്ട് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിക്കൊടുത്തു. പിന്നെ ഒരു സ്പീക്കർ വാങ്ങിക്കൊടുത്തു. വീട്ടിൽ വന്നിട്ട് കാണിച്ചു. വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു. പിന്നെ ഞങ്ങളിപ്പോ ഫുഡ് വാങ്ങിക്കൊടുത്തു. ഇത്രേ ഉള്ളു ഗൈസ്. 6 A+നൊക്കെ ഇത് ധാരാളമാണ്. അല്ല ഗൈസ്, പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ ഗൈസ് അരോചകത്വം ആകുന്നുണ്ടെന്ന് അറിയാം. എങ്കിലും അത് മാറ്റാൻ ശ്രമിക്കാം. ചേട്ടൻ ഉറങ്ങുവാണ് കേട്ടോ. അവിടുന്ന് കഴിച്ചതിന്റെ ഭയങ്കര ഷുഗർ റഷിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഷുഗർ റഷ് അടിച്ചിട്ട് തല ഭയങ്കര ഫുഡ് അത്ര പിടിച്ചില്ല. സ്ഥലം അറിയോ? കുറെ പേർക്കെങ്കിലും അറിയായിരിക്കും. ഇതാ മറ്റേ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. നമ്മളുടെ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഞങ്ങളുടെ വീടിനടുത്ത. ഗൈസ്, ഇതാണ് എന്റെ മാമന്റെ കട. ഇതാണ് എന്റെ അച്ഛന്റെ കട. ആ ലക്ഷ്മി ബേക്കറിയാണ് എന്റെ അച്ഛന്റെ കട. അങ്ങനെ ഞങ്ങൾ ക്ലേ മേടിച്ചു. വീട്ടിൽ ചെന്നിട്ട് പൊട്ടിച്ചു തരാം. ഇത് നമുക്ക് ഇങ്ങനെ ചപ്പാത്തി പരത്തൂലേ പിന്നെ അതുപോലെ ക്ലേ പരത്താം. ഇത് ഒരു മോഡലിംഗ് ക്ലേ. ഇത് മറ്റേ ഫോം ക്ലേ അല്ല, അല്ലാണ്ടുള്ള അല്ലാണ്ടുള്ള ക്ലേ വെച്ചാൽ റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് 12 ഷെയ്ഡ്സ് വരുന്നുണ്ട്. പിന്നെ ഇത് 3 വയസ്സിന് മണ്ടക്കോട്ടുള്ളവർക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ കരയുന്നുണ്ട് മേടിച്ചത്. അവൾക്ക് ക്ലേ ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കൈ വെച്ച് കളഞ്ഞിട്ട് അത് കളയും. അത്രേ ഉള്ളൂ. അങ്ങനെ 2 ഇതുണ്ട്. അതിന് പറയുന്ന പേരെന്തോ ഇങ്ങനെ അച്ഛന് മോഡൽ 2 ഷേപ്സ് ഉണ്ട്. ഇങ്ങനെ ആ ഷേപ്പില് ഇതിങ്ങനെ പരത്തിയിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ മോൾഡ് അങ്ങനെ 2 ഉണ്ട്. 70 രൂപയ്ക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നുന്നു. ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടു. You like it? ഗൈസ്, അങ്ങനെ ഞങ്ങളൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ മെമ്മറീസ് തുടങ്ങിയ സ്ഥലം. ഞങ്ങളുടെ കല്യാണം നടന്ന ഓഡിറ്റോറിയം. ഓഡിറ്റോറിയം 2020 ജനുവരി 26-നായിരുന്നു ഞങ്ങളുടെ കല്യാണം നടന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ 2 വർഷത്തേക്ക് എന്താ കല്യാണം കഴിഞ്ഞ് 2 വർഷത്തേക്ക് പിന്നെ ഇവിടെ കല്യാണം ഇല്ലായിരുന്നു. കോവിഡ് കാരണം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ
വീട്ടിലേക്ക് പോവുകയാണ്. ഇനി വീട്ടിലെത്തിയിട്ട് ബാക്കി ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വീടെത്തി. ഡിങ്കി ഡിങ്ക. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തിയല്ലോ. കുഞ്ഞിപ്പെണ്ണിനെ കൊണ്ടുപോയില്ല. കുഞ്ഞിപ്പെണ്ണ ഉറങ്ങുമായിരുന്നു. ഹായ് പഞ്ഞി, ഒരു ഹായ് പഞ്ഞി, ഒരു ഹായ് പഞ്ഞി. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ചെറിയൊരു ഔട്ടിംഗ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ബൈ.